ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശാപത്തെ തേടുന്ന വിഷയങ്ങൾ മൊത്തത്തിൽ 3 എണ്ണമാണ്. ശപിക്കാൻ പറ്റിയ വ്യക്തിപരമായിട്ട് ശപിക്കാൻ പറ്റും. വ്യക്തിപരമായിട്ട് അള്ളാഹു ശപിക്കാൻ പറഞ്ഞ ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഓനെ പിന്നെ അള്ളാഹ് തന്നെ ശപിച്ചതാണ്. വഇന്ന അലൈക ലഅനത ഇലാ യൗമിദ്ദീൻ. നിന്റെ ലഅനത്ത് മുഅ്മിനീങ്ങളിലൂടെ മലക്കുകളിലൂടെ എല്ലാവരിലൂടെയും എനിക്കുണ്ട്. ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെയല്ല, പുനരുദ്ധാരണ ദിവസം വരെ, പ്രതിഫല ദിവസം വരെ, അന്ന് വരെ അല്ലാഹു തആലയും മലക്കുകളൊക്കെ എന്നെ ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും എന്നെ ശപിക്കും. മൊത്തത്തിൽ ശപിക്കാൻ പറ്റിയ കാര്യങ്ങൾ 3 എണ്ണമാണ്. ഒന്ന് അൽ കുഫ്റു. കുഫ്ർ വലിയ ശാപമുള്ള സംഗതിയാണ്. കാഫിറായി പോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാഫിറായി പോകാൻ പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കെല്ലാരും, മുർത്തദ്ദായി പോകാനും കാഫിറായി പോകാനും പാടില്ല. നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ഈ കുഫ്രിയത്തിലേക്ക് ചേരാനുള്ള കാരണം അവരെ മനസ്സിൽ വരുന്ന ചില വസ്വാസമുണ്ട്. എന്താ വസ്വാസം? എവിടെങ്കിലും ഓരോന്ന് വിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുക ചെയ്യുമ്പോൾ ഈ മുറിവൈദ്യന്മാർ ഇവരെന്താക്കും? ബല ബന്ധമൊക്കെ ആകെ ചുരുപ്പാക്കി ഇവരൊരു പക്ഷെ അയൽപക്കം തെറ്റിച്ച്, അതുപോലെ തന്നെ കുടുംബം തെറ്റിച്ച്, നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഗതി അയാൾ ചെയ്തിരിക്കണം ഇയാൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ആകെ പ്രശ്നം. എന്തിനാ അങ്ങനെ ചെയ്തിരിക്കണം ഇങ്ങനെ ചെയ്തിരുന്നു പറയുന്നത്? ഈ പറയണക്ക് എന്തെങ്കിലും തോനെ കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം. വിദഗ്ധനായ ഒരു വൈദ്യനാണെങ്കിൽ അയാൾ പറയില്ല. മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോയിട്ട് ആ ഡോക്ടറെ നമ്മൾ അങ്ങനെ ചെക്കപ്പ് ചെയ്ത് നോക്കി. ഇതിനൊക്കെ ഒരുപാട് മനുഷ്യന്മാർ ഉത്തരക്കുണ്ട്, വേറെ പണിയൊന്നുമില്ലല്ലോ. ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് നമ്മളോട് പറയാണ്, സത്യത്തിൽ സീരിയസ് ആയ രോഗം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പലരും പോയിട്ടുണ്ടാകുമല്ലോ, ഡോക്ടർ എന്താ ചെയ്യാ? ഡയറക്റ്റ് രോഗിനോട് പറയാം, അറിയില്ല, ഒരു ഡോക്ടറും പറയില്ല. അങ്ങനെയാണെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എന്താണ് ആ ഡോക്ടർ ചെയ്യാ? കൂടെ ഒരാളുടെ കൂടെ വാപ്പുണ്ടാണ്, ആ വാപ്പാനെന്ന് വിളിക്കും, കൂടെ ജ്യേഷ്ഠൻ വിളിക്കും, നിങ്ങളൊന്ന് കണ്ടിട്ട് സംസാരിക്കട്ടെ. ഈ ഡീറ്റെയിൽസ് ഒക്കെ ആ വന്ന ആളോട് പറഞ്ഞിട്ട് പറയും, നിങ്ങൾ ഈ രോഗിനോട് ഇതൊന്നും പറയണം, നിസ്സാരല്ല, ചെറിയ വിഷയമുള്ള ഗുളി പിടിച്ചാൽ മാറുന്നു പറഞ്ഞാൽ മതി. പക്ഷെ നിങ്ങൾ അടുത്ത മാസം പിറ്റത്തെ മാസം ചെക്കപ്പ് ചെയ്യണം, ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്. ഇത് അയാളോട് പറഞ്ഞാൽ പിന്നെ ആൾ ഗുളി കൊടുക്കുമ്പോൾ ആയത്തോനെ എനിക്കങ്ങനെ ഞാനിപ്പോ ഈ ഗുളി പിടിച്ചിട്ട് എന്താ അയാൾക്ക് മനസ്സിന് ബേജാറായി. പിന്നെ ഫുൾ ടൈം ബേജാറായി, രാത്രി ഉറക്കില്ല, പകല് ഭക്ഷണമല്ല, ബേജാർ. അപ്പൊ വിദഗ്ധനായ ഡോക്ടർ എന്ത് ചെയ്യും? കൂടുതലുള്ള ആളുകളോട് പറയാനും സ്വകാര്യമാക്കി വെക്കാനും പറയണം. ഇപ്പോഴൊന്നും ഇത് പറയണ്ട, വിഷയമൊന്നും അറിയിക്കണ്ട. കാരണം അയാൾ നല്ലത് സാറല്ലത് മാറിക്കൊള്ളു എഴുതിയിട്ട്. അതേ സമയത്ത് അത് കണക്ക് നോക്കുന്ന മുറിവീതനാണെങ്കിൽ ഒരാളെ കിട്ടിയല്ലേ. അപ്പൊ എന്താ പറയുക? പിന്നെ കാര്യമായൊരു സ്വീകരണം. എന്നാ സ്ഥലം നിങ്ങളാണ് ബാധ്യതയാക്കിയത്. അതല്ല, അത് കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളെ നാട്ടിലെ അയൽക്കാരോ കുടുംബക്കാരായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതാൾക്കാരും എന്തെങ്കിലും ഒരു പ്രശ്നം ചേർന്നൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു സബബാക്കിയത് പറഞ്ഞാൽ, നിങ്ങളൊക്കെ ഒരു സബബാക്കി പറഞ്ഞാൽ അതിന്മേൽ തൂങ്ങിയിട്ട് അയാൾ പറയും, പ്രതിവിധി ചെയ്താൽ മതിയല്ലോ. പ്രതിവിധി ഇസ്ലാമിനുള്ള ചെയ്തു കൊടുത്താൽ മതി. അയാളെന്നെ. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടി? അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വസ്തുക്കളൊക്കെ ചെയ്യണം, കൊണ്ടുവന്നിട്ട് നിങ്ങൾ ചെയ്യാൻ നല്ലത്. സത്യത്തിൽ ഇനി അത് മാറണമെങ്കിൽ ഇവിടെ നിങ്ങളൊരു പൂജ ചെയ്യാം. ഞാൻ പറഞ്ഞ ഉള്ള സംഭവങ്ങൾ പറയണം, വ്യക്തികാരൊന്നും പറയണ്ട, അനുഭവം പറഞ്ഞാൽ ഒരു പൂജ ചെയ്യാം. ഒരു മുസ്ലിം ഓൻ്റെ ഒരു ക്ലേശം മാറി കിട്ടാൻ വേണ്ടി നമ്മളൊന്ന് ആലോചിച്ചു, ഒരു പൂജാമുറിയിൽ കയറി പൂജ ചെയ്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ? എന്തായിരിക്കും സഹോദരങ്ങളെ സഹോദരിമാരെ അതിന്റെ അവസ്ഥ? അവൻ യഥാർത്ഥത്തിൽ ഇവൻ പറഞ്ഞ മുഴുവൻ വിശ്വസിച്ചില്ലേ? ഒരാളൊരു ജ്യോത്സ്യനെ സമീപിച്ച് അയാളോട് പറയപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇയാൾ വാസ്തവമാക്കി അംഗീകരിച്ച് വിശ്വസിച്ച് റെഡിയാക്കി, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ അവിശ്വാസിയായി പോയി, നിബിധങ്ങളെ മേൽ ഇറക്കപ്പെട്ടു. കാലാകാലത്തേക്ക് ആ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇനി ഒരാളെ കൊണ്ടും ഈ ലോകത്ത് ആ ബന്ധം ചേർത്തെടുക്കാൻ കഴിയൂല. ആ രൂപത്തിൽ
ഇതിനാദ്യം ചെയ്യേണ്ട പ്രതികരണം എന്താ വെച്ചാല് നമ്മൾ വിശ്വാസം മാറ്റണം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസ്തരായ, അതീവ വിശ്വസ്തരായ, ഞാൻ പറഞ്ഞല്ലോ വിദഗ്ധന്മാർ, മുറിവൈദ്യന്മാരെ കാണരുത്, വിദഗ്ധന്മാരായ ആൾക്കാർ. എന്നോടൊരാൾ പറഞ്ഞു, ഉസ്താദേ മറ്റേ ആളുകൾ കണ്ടില്ലേ, അയാൾ കോടിപ്രഭുവാണ്, പക്ഷെ അയാളെ കോടിയും എനിക്ക് ഒരു ദിവസം കൂലിപ്പണി കിട്ടുന്ന 500 നോക്കുമ്പോ എന്റെ 500 നല്ലത്. അന്തങ്ങൾ അങ്ങനെ പറഞ്ഞു. അയാളെ കോടി മുഴുവനും സിഹർ ചെയ്തിട്ടും കുടുംബം തെറ്റിച്ചിട്ടും ഉണ്ടായ കൂടി. വിശുദ്ധ ഇസ്ലാമിൽ ഇബ്താലു സിഹർ ബാത്തിലാക്കുന്ന മേഖലകളുണ്ട്. ഞാൻ ആ ചികിത്സയെ കിടക്കല, നമ്മളതിന്റെ ആളുള്ള ഞാൻ ചോദിച്ചാലും വരുമാണ്. നമുക്കൊരു മാർഗം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. അതെന്താ? അത് മുഅവ്വിദത്തൈനി ഓതേണ്ട നേരത്തെ കൂത. നമ്മൾ ഓതൂലല്ലോ, നമ്മൾ വിഷയം വന്നിട്ടാണ് ഓതുക. അങ്ങനെ കുഴപ്പമൊക്കെ സംഗതി പെട്ടിട്ടാണ് നമ്മൾ അങ്ങനെ പ്രശ്നം നമുക്ക് എപ്പോഴും. പ്രതിവിധി എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ നമുക്കുള്ള കാവല. മുഅവ്വിദത്തൈനി സൂറത്ത് ഇറങ്ങിയ അന്ന് മുതൽ സ്പെഷ്യലായ ദുആകളൊക്കെ മാറ്റി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്പെഷ്യൽ ദുആ പിന്നെ ദ്വാരക്കാറില്ല. മുഅവ്വിദത്തൈനി ഓതാൻ എത്ര ഇട്ട് ഓതാണ്ട്? ഓരോ നിസ്കാരത്തിന് ശേഷം 3 ഇട്ട് ഓതൽ സുന്നത്തില്ലേ? ആരാ ഓതല്? ഉസ്താദ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടാവുമ്പോ ജില്ല പോലെ. അങ്ങനെ നമ്മൾ പറയാം, രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സുബഹിന്റെ ടൈം തന്നെ സുബഹിയിൽ തന്നെ 3 ഇട്ട് സുന്നത്തുണ്ട്. മഗ്രിബായി കഴിഞ്ഞാൽ 3 ഇട്ട് സുന്നത്തുണ്ട്. നിസ്കാരങ്ങൾക്ക് ശേഷം സ്പെഷ്യലായി സുന്നത്തുണ്ട്. രാത്രി കിടക്കുന്ന നേരത്ത് സ്പെഷ്യലായി സുന്നത്തുണ്ട്. ഇത് വലിയ കാവല, ശരീരത്തിന് നൽകുന്ന, ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പ്രൊട്ടക്ഷനാണ്. മുമ്പ് തങ്ങൾ എങ്ങനെ ദ്വാരന്നിരുന്നത്? പടച്ചോനെ കണ്ണേറ് തരല്ല, സിഹർ തരല്ല, ളാലിമിന്റെ ദുൽമ തരല്ല, ചതിയന്മാരെ ചതിയിൽപ്പെടുത്തൽ, വേറെ വേറെ ഖുൽ അഊദു ബി റബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബി റബ്ബിൻ നാസും കൊണ്ട് ഇറങ്ങിയപ്പോ അതൊക്കെ മാറ്റി ഇതിൽ അവലംബിച്ചു. അങ്ങനൊക്കെ ചെയ്താൽ ഫലം ഉണ്ടാകും ഉസ്താദേ. അങ്ങനൊക്കെ നമ്മൾ കുറെ ഓതി വെക്കിയതാണ്. ഇല്ല, ഞങ്ങൾ ഓതിയില്ല, ടെസ്റ്റിന് വേണ്ടി ഓതി വെക്കാറ്. അങ്ങനല്ല, ടെസ്റ്റിന് വേണ്ടി ചെയ്തു വെക്കാൻ അതില് കാര്യം. പ്രതിവിധി എന്ന് പറഞ്ഞാൽ എന്നും സ്വീകരിക്കേണ്ടതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന നേരത്ത് കൈ ഉയർത്തിയിട്ട് ആ ദിക്ർ ചൊല്ലാത്ത ഒരൊറ്റ ദിവസവും വഫാത്തിന്റെ തൊട്ട് തലേന്ന് വരെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് അത് ഓതിത്തരാൻ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങളെ കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ഞാനത് ഓതിട്ട് ഊതിക്കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരമൊക്കെ ഇങ്ങനെ തടവി രാത്രി സമയത്ത്. ഇത് വലിയൊരു പ്രതിവിധിയാണ്. ഇത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിൻ നാസ്, അതിൽ കാവൽ ചോദിക്കാത്ത ഒരു വിഷയമില്ല. ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ് എന്ന് കഴിഞ്ഞാൽ അടുത്ത ആയത്ത് എന്താ? മിൻ ശർരി മാ ഖലഖ്. അതിലേതാ പെടാത്തത്? അല്ലാഹു പടച്ച എല്ലാ വസ്തുക്കളുടെയും ഷർറിനെ തൊട്ട്. ഇനി ആരും പെടാത്തില്ല, അതിലൊക്കെ പെട്ട് ഇപ്പൊ അനുഭവിക്കുന്ന പെട്ട് നേരത്തെ അനുഭവിച്ചൊക്കെ പെട്ട്. മിൻ ശർരി മാ ഖലഖ്. ഖുർആൻ ഓതിയിട്ടില്ലേ വലിയ കാവൽ കിട്ടിയത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട് മുഴുവനും പറഞ്ഞപ്പോ എന്തേ നബി തങ്ങൾ ചെയ്ത്? നബി തങ്ങളെ വീട് മുഴുവൻ പറഞ്ഞപ്പോ യാസീൻ 5 ആയത്ത് ഓതിയിട്ട് അതാണ്ട് ഊതിയിട്ട് ഒരു പിടി മണ്ണ് എറിഞ്ഞിട്ട് ഒരു പിടി മണൽ. എത്ര വലിയ കാവല കിട്ടിയത്! തങ്ങൾ അവിടുന്ന് പോയി മറിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പുരയിലെത്തി സംസാരിക്കുന്നവരെ വരെ തിരുമ്പല് മാറിയണോ? വല്ല 2 കണ്ണോണ്ട് 2 കൈയോണ്ട് തിരുമ്പൽ. അപ്പൊ മറ്റേ ആൾ അതിന്റെ ഇടയിൽ കൂടെ വന്നു, നജീദിലെ ഷെയ്ത്താൻ വന്നിട്ട് ചങ്ങായിമാരെ. അപ്പൊ എല്ലാരും നോക്കി, എന്തെങ്കിലും നോക്കണം. ആളൊക്കെ എപ്പോഴും പോയില്ല. ആരൊന്നും പോയില്ല. അതവിടെ അവിടെ കുത്തുന്നോളി, ആളൊക്കെ അവിടെ പോയി എവിടെ എത്തിക്കണ്. പക്ഷെ അങ്ങനെ ആ ഷെയ്ഖുൻ നജിദി പറഞ്ഞിട്ടും അവർക്ക് വിശ്വാസമില്ലാതെ ഓരോട് നിന്നില്ലേ. അത് അള്ളാഹു കൊടുത്ത കാവല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല എന്താ പറഞ്ഞു? നമ്മളോടൊക്കെ വൈദാ ഖറഅത്തൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറ. നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങൾക്കും ആഖിറ കൊണ്ട് വിശ്വസിക്കാത്ത കൂട്ടർക്കിടയിലും നമ്മൾ സൃഷ്ടിക്കും ഹിജാബൻ മസ്തൂറ, ഭദ്രമായൊരു മറ. അവർക്ക് ദുൽമ ചെയ്യാൻ. പക്ഷെ അതിന് അവലംബം നമ്മളെ കയ്യിൽ വേണം.
നമ്മളത് പതിവാക്കി കൊണ്ട് നടക്കുന്നവരാകണം. മൗത്തിന്റെ വഫാത്തിന്റെ സമയം വരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവാക്കി. നിങ്ങൾ നോക്കി എത്ര പെട്ടെന്നാണ് സിഹർ ബാത്തിലായത്. എന്തിനാണ് ഇപ്പൊ ജൂതൻ നബിതങ്ങൾക്ക് സിഹർ ചെയ്തത്? എന്തിനാ? തങ്ങളെ കൊല്ലാൻ ഉദ്ദേശിച്ചതാണ് സിഹർ. കൊല്ലാൻ ഉദ്ദേശിച്ചു തീർന്നു. നബിതങ്ങളുടെ ഹസദ് കൊണ്ട് ഹസദ് മൂർജിച്ചതാ. അങ്ങനെ മൊത്തം രണ്ടും കൂട്ടിയാൽ എത്ര ആയത്ത? 11 ആയത്ത. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 5 ആയത്ത്, ഖുൽ റബ്ബിൻ നാസ് 6 ആയത്ത്, 11 ആയത്ത്. അത് 11 ആകാൻ കാരണം ഈ ജൂതൻ കെട്ടിയ കെട്ട് 11 ആണ്. സിഹറിന് വേണ്ടി കെട്ടിയ കെട്ടെത്ര? 11 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നോദിയപ്പോ ഇൻ ഹല്ലത്ത് ഉഖ്ദത്തും മിൻഹാ ഒരു കെട്ടുണ്ടായിരുന്നു. മിനൽ ജിന്നത്തി വന്നാസ് നോദിയപ്പോ 18 കെട്ടുണ്ടായി. ബാത്തിലായി. ഇത് വലിയൊരു അവലംബാണ്. ഏത് കാര്യത്തിലും നമ്മൾ ഫാത്തിഹ ഇഖ്ലാസും ആയത്തിനെ ഓതുന്നില്ല. അത് വലിയ കാവലിനും വലിയ രക്ഷാമാർഗത്തിനും വലിയ എളുപ്പത്തിനാണത്. അത് മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒന്നുകൂടി പറഞ്ഞാൽ സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പേടിക്കാനില്ല. നമ്മളൊരു കാര്യത്തിനിറങ്ങുമ്പോൾ യാത്ര പോകുകയാണെങ്കിലും യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിലും ഒരു സംഗതി ഉറപ്പിക്കുകയാണെങ്കിലും ഒക്കെ, ഇനിയിപ്പോ ഒരു വീടിന് തറക്കല്ലിടാണെങ്കിൽ വരെ, ഒരു പീടിക്ക് തറക്കല്ലിടാണെങ്കിൽ വരെ ഒരു ഫാത്തിഹ ഇഖ്ലാസും ആയത്തിനെ ഓതുന്നത് അത് വലിയ കാവലുള്ള മാർഗമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവലംബം പരിശുദ്ധ ഖുർആനാണ്. ഞാൻ പറഞ്ഞു വന്നത് അല്ലാതെയും അസ്മാ കൊണ്ടുള്ള ചികിത്സയൊക്കെ ഉണ്ട്, കൊണ്ടുള്ള ചികിത്സ ഉണ്ട്, ഒക്കെ മോശാന്നല്ല. പക്ഷെ മുറിവൈദ്യന്മാര് ആളക്കും. അവരെന്ത് ചെയ്യും? അവരിങ്ങനെ കുറെ ശിഷ്ടം പറയും. അപ്പൊ നമ്മള് ഇനി അതിനനുസരിച്ച് മുസീബത്തൊന്ന് മാറി കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ട് നമ്മളെ വക എന്ത് പൂജ, മുസ്ലിമിന്റെ വക, അവന്റെ വക പൂജ. നിങ്ങൾ തന്നെ ചെയ്തിരുന്ന കാര്യം ഫുൾ ക്ലിയറായി. ഞാനിപ്പോ ഞാൻ ആരെ ഏൽപ്പിച്ചാണ് ചോദിച്ചത്, പക്ഷെ ഇനിയും മടങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായി കാഫിറായിക്കോട്ടെ തന്നെ തീരുമാനം. നന്നായി മുർത്തദായിക്കോട്ടെ, ഇയാൾ കുറച്ച് ലോക്കൽ മുർത്തദ് നാണ്ടാന്ന് എഴുതിയിട്ട് അതിൽ ഇടപെടാൻ പാടില്ല. കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പാടില്ല. മുമ്പൊരാളോട് ചോദിച്ചു, അയാളിപ്പോ എല്ലാവരും മരിച്ചു, അയാൾ നല്ല വിദഗ്ധന് മരിച്ചതെന്ന് പറയാൻ മറ്റേണ്ടെങ്കിലും ഇപ്പൊ ആൾക്കാരെ അഡ്രസ്സും വാങ്ങിപ്പോ നല്ല ഒരു ചികിത്സക്കാരൻ. അയാൾ അങ്ങനെ ഒരു മുഅ്മിനീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാന്നല്ലാതെ വേറെ ലക്ഷ്യം വെച്ച് ഉദ്ധരിക്കും. അങ്ങനെ ഉദ്ദേശിച്ച ആളാണെങ്കിൽ അയാൾക്ക് എന്തോ ചെയ്യാൻ. അയാളോട് പറഞ്ഞു, ഉസ്താദേ ഒരാൾ വന്നിട്ട് ഞാനിങ്ങനെ ഒരു കുടുക്കിൽ വിട്ടു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമായിട്ട് ശക്തമായ സിഹറുണ്ട്, ഞാൻ വെറുതെ പറയുന്നില്ല, കാരണങ്ങളും വിഷയങ്ങളൊന്നും ചോദിക്കണ്ട, ബാത്തിലാക്കില്ല. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇയാൾ ഭയങ്കര പണക്കാരനാണ്, ഈ രോഗി, നിങ്ങൾക്ക് 10 ലക്ഷം തരാം, ഒറ്റ കാര്യങ്ങൾ ചെയ്താൽ മതി. എന്താ ചെയ്യണ്ടേ? ആളൊന്ന് പറഞ്ഞു, ആ ചെയ്ത ആളെ ഒന്ന് പറഞ്ഞു തന്നാ മതി, 10 ലക്ഷം തരാം. മറ്റാളാണ് 10 ലക്ഷം ചെറുതായിട്ട് തോന്നുന്നു, 10 കോടി എന്നാണ്. ആ പിക്കുന്ന കിട്ടൂല. അതിന് നിങ്ങൾ വേറെ സ്ഥലത്ത് പോയിക്കോളി, വേറെ പറഞ്ഞത് വിശ്വസിച്ചോളി, കേട്ടോളി, കിട്ടൂല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത് ചികിത്സക്ക് പ്രതിവിധിക്കാണോ? അതിനുള്ളത് തന്നാ മതി. എന്തിനാ പിത്തന ഉണ്ടാക്കുന്നത്, പ്രസാദ് ഉണ്ടാക്കണം? ഇനി ഒരാൾക്ക് അങ്ങനെ ഹസദുണ്ട്, ആളങ്ങനെ ചെയ്തു നോക്കും, അയാളും തമ്മിൽ തല്ലിച്ചതക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്കുള്ള വിഷയത്തിലുള്ള പ്രതിവിധി ചെയ്താൽ പോയി. മറ്റേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നേരെ ചെല്ലും, ഒരു വെട്ടത്തി വെക്കും, മറ്റേയാൾ വെട്ടും. ധാര പറഞ്ഞു വെച്ചപ്പോ മറ്റാളെ പറഞ്ഞെന്ന് പറയും. വെട്ടിയാളല്ല കുടുങ്ങാ, കുടുങ്ങാരാ പറഞ്ഞെടുത്താളല്ല കുടുങ്ങാ. അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിമാന്മാരായ ആൾക്കാർ, ഈ വിഷയത്തിൽ നല്ല അവഗാഹമുള്ള ആൾക്കാർ, അവരാരും അങ്ങനെ ചെയ്യൂല. അല്ലാത്തവർ ഈ വിഷയത്തിൽ മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് നയിക്കുന്ന, രിദ്ദത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് പ്രതിവിധികളുമായിരിക്കുന്നവർ, അതിൽ പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ തന്നെ ലം തുഖ്ബൽ സ്വലാത്തുഹു 40 യൗമ. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 40 ദിവസത്തെ നിസ്കാരം കബൂലാക്കൂല. 40 എണ്ണം നേരെ ചൊവ്വയല്ല പറഞ്ഞത്, നേരെ ചൊവ്വ 40 ദിവസത്തിലുള്ളതാണ് പറഞ്ഞത്. ആറ്റിക്കുറുക്കി നോക്കിയാൽ ഇത്രയും ആശയം ചിലപ്പോൾ 40 ദിവസത്തെ ആക്ക് കാര്യമായിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. കൊല്ലക്കണക്കിലില്ലേ?
അത് അള്ളാഹ് കബൂലാക്കൂല എന്ന് പറഞ്ഞ നഷ്ടത്രയാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ആക്ഷേപത്തിന് കാരണമാകുന്ന വിഷയം അൽ ബിദ്അത്തു ബിദ്അത്ത്. ഒന്ന് കുഫറാണ്, മറ്റൊന്ന് ബിദ്അത്ത്. ബിദ്അത്തുകാർക്കും എപ്പോഴും ആക്ഷേപം, എപ്പോഴും മോൾക്ക് ശാപം കിട്ടും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മദീനയെ പറ്റി മഹത്വം പറഞ്ഞ ഹദീസിൽ, മൻ അഹദസ ഫീഹാ ഹദസൻ, മദീനയിൽ ആരെങ്കിലും ഒരു പുത്തൻവാദം കൊണ്ടുവന്നാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു പുത്തൻവാദിക്ക് ആരെങ്കിലും അഭയം കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, ആ അഭയം കൊടുത്ത ആളുമേൽ, പുത്തൻവാദിക്ക് സ്വീകരണം കൊടുത്ത അഭയം കൊടുത്ത ആളുമേൽ ലഅനത്തുല്ലാഹി, അല്ലാഹുവിന്റെ ശാപമുണ്ട്, മലക്കുകളുടെ ശാപമുണ്ട്, മുഴുവൻ മഹത്തുക്കളുടെയും ശാപമുണ്ട്. വന്നാസി അജ്മഈൻ ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവനിൽ നിന്ന് ഒരു ഫർളും ഒരു സുന്നത്തും ഒന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ബിദ്അത്തുകാരൻ അവൻ അഭയം കൊടുത്തവൻ. ബിദ്അത്ത് ആക്ഷേപത്തിന് അർഹമായ വിഷയമാണ്. ഓനെ നല്ല വെള്ള പൂശിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ അതിൽ മെമ്പറായി. ബിദ്അത്ത് അകന്നിക്കേണ്ട വിഷയം, വലിയ രോഗമാണ്. ബിദ്അത്തുകാരൻ നല്ലവനാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് ചിന്തിച്ച് നടന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ പതുക്കെ നമ്മളിലേക്ക് ഇങ്ങനെ പകരും. പിന്നെ അമ്മക്കും എന്തോ ഒരു മാറ്റം ഉണ്ടാവുന്ന ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ചിന്തിക്കും. കുറച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തോളൂ, ഞാൻ ഏതായാലും നിഷേധിക്കാനുമില്ല ചെയ്യാനുമില്ല എന്നൊരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ കുറച്ച് ആൾക്കാർ, നിങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല, മൗലൂദ് ഓതണമെങ്കിൽ ഓതിക്കോളി, യാസീൻ ഓതണമെങ്കിൽ ഓതിക്കോളി, നമ്മൾ നിങ്ങളെ എതിർക്കാനുമില്ല, നിങ്ങളെ കൂടെ ചെയ്യാനുമില്ല. അപ്പൊ ആൾക്കാർ മനസ്സിലാക്കും ഓന് നിഷ്പക്ഷാണ്. നിഷ്പക്ഷല്ല, ഓന് നിഷ്പക്ഷല്ല, ഓന് ബിദ്അത്ത് കലർന്നിട്ടുണ്ട്, അതിന്റെ ചൊയയാണ് ഇപ്പൊ ഈ കേൾക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം, ഇത്തരത്തിലുള്ള ആൾക്കാരോട് സുഹബത്ത് പാലിച്ച് നടന്നാൽ ഭൗതിക സംഗതികൾക്ക് വേണ്ടി അവരോട് സുഹബത്ത് വിട്ടും. ധർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു, അമ്മൽ മുആമലതു ലിൽ മുബായഅത്തി, കച്ചവടം നടത്താൻ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓരോടൊന്ന് സാവസിച്ച് കാര്യങ്ങൾ നടത്തി ജോലിക്കൊക്കെ ഒരു പക്ഷേ വേണ്ടി വരും, അതിന് കുഴപ്പമില്ല, അത് ഭൗതിക ലോകത്തുള്ള ഉപജീവന മാർഗത്തിന്റെ പേരിൽ. പക്ഷെ ഓനോടുകൂടെ നടക്കുന്നത്, ഓനോട് യഥാർത്ഥ സുഹബത്ത് കിട്ടിയ ഒരു സഹവാസം കിട്ടിയ ചങ്ങാതിയെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ ഓനെ കാണാൻ പറ്റില്ല. നിന്റെ എല്ലാ പണിക്കും ഓനെ നീ കൊണ്ടുപോയി നിന്റെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഓൻ പതുക്കെ പതുക്കെ ഇങ്ങനെ എതിർക്കാൻ തുടങ്ങും. അപ്പൊ നിനക്കും തോന്നും ഓൻ പറഞ്ഞിടത്ത് കുറച്ചൊക്കെ ഒരു ശരിയുണ്ടല്ലോ, നിന്റെ മനസ്സിൽ ശൈത്താൻ ഇങ്ങനെ ഇട്ട്. അപ്പൊ ആ ശൈത്താന് ബിദ്അത്തിലേക്ക് നയിക്കാൻ ശൈത്താന് വലിയ ഇഷ്ടമാണ്. ശൈത്താന് വലിയ ഇഷ്ടമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യനെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്യുന്നതിനേക്കാളും ശൈത്താൻ ഇഷ്ടമാണ്. ദോഷം ചെയ്യുന്നതിനേക്കാളും വൻകുറ്റം ചെയ്യുന്നതിനേക്കാളും ശൈത്താൻ ഇഷ്ടേതാ? ബിദ്അത്തിലാണ് കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്താ ഇഷ്ടം? കാരണം ബിദ്അത്തുകാരൻ ബിദ്അത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കൂല, ഓന്റെ അമല് സ്വീകരിക്കൂല. ദോഷം ചെയ്ത ആള് ഓനിപ്പുറത്ത് നല്ല അമല ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ദോഷം കാരണം അമലല്ല മുടക്കൂല, ഈ ദോഷത്തിന് നല്ലൊരു പക്ഷെ തോബയും കൊടുത്തു. ബിദ്അത്തുകാരൻ തൗബ ചെയ്യണമെങ്കിലോ ഇന്ന് മടങ്ങണം. ലാ യഖ്ബലുല്ലാഹു അമല മുബ്തദിഇൻ ഹത്താ യർതദിഅ. ബിദ്അത്തുകാരന്റെ അമല്, ഓന്റെ നിസ്കാരം, ഓന്റെ ഹജ്ജ്, ഓന്റെ സക്കാത്ത് അള്ളാഹു സ്വീകരിക്കൂല ഓൻ മടങ്ങുന്നത് വരെ. ഇത് പറയുമ്പോ നമ്മൾ എന്ത് ചിന്തിക്കുക? ഉസ്താദേ, എല്ലാരും മൊത്തം മുസ്ലിങ്ങളല്ലേ, പിന്നെ എന്തിനാണ് ഈ വേർതിരിവ്? അങ്ങനെ കുറെ ചിന്തിക്കുന്ന നല്ല മനുഷ്യന്മാരുണ്ട്. ഞാനോലെ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ല മനുഷ്യന്മാർ, നല്ല ഭാവന, എല്ലാരും മുസ്ലിങ്ങളല്ലേ ഉസ്താദെ, പിന്നെ എന്തിനാണ് ഓലെ പറ്റിയിട്ട് ഇങ്ങനെ മറ്റോലെ പറ്റി ഇങ്ങനെ പറഞ്ഞു? അത് ഓലെ പറ്റി ഒരു ആക്ഷേപം പറയല്ലേ? എന്താ അവരുടെ വിഷയം അറിയങ്ങൾ? വിശ്വാസ രംഗത്തെ വൈകല്യമാണ് ഏറ്റവും കടുത്തത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പോഴും നിങ്ങൾ നോക്കുക, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പേരിൽ ഒരു 100 ആൾ കൂടി സ്വലാത്തിലാണെങ്കിൽ അതിനാരാ പരിഹസിക്കുക? നമ്മളൊന്ന് പറഞ്ഞാൽ, വിദേഹത്തുകാരെ വെള്ള പൂശുന്ന ആൾക്കാർ സർവ്വം കേട്ടോട്ടെ. ഒരു 100 ആൾ ഒരുമിച്ച് കൂടിയിട്ട് 150 സ്വലാത്തിലുണ്ടെങ്കിൽ ആരാ അതിനെ കളിയാക്കുക? ഈ നാട്ടിലെ ഹൈന്ദവൻ കളിയാക്കും സഹോദരങ്ങളെ? ഇല്ല. ക്രൈസ്തവൻ കളിയാക്കും, ബുദ്ധനും ഒന്നും കളിയാക്കും. ആരാ കളിയാക്കുക? വിദേഹത്തുകാരനാ കളിയാക്കുക. എന്താ അവനക്കത് പറ്റാത്ത? നമ്മളൊരു 10 ആൾ 20 ആൾ കൂടി ഒരുമിച്ച് ഒരു സ്വലാത്തിൽ എന്ത് തെറ്റാനുള്ളത്? സ്വലാത്ത് എങ്ങനെ ചൊല്ലാലോ, പറ്റുന്ന സ്ഥലത്ത് എങ്ങനെ ചൊല്ലാം. അല്ലാഹുവിന്റെ പെർമിറ്റ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. മുമ്പൊരു സംവാദത്തിൽ ഒരു ആലിമിനോട് ഒരു വിദഗ്ധകാരൻ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ പറ്റി ഇല്ലാത്തൊരു ആക്ഷേപം പറയുന്നുണ്ട്, ഞങ്ങൾ സ്വലാത്തിനെതിരാണ്, ഞങ്ങൾ സ്വലാത്തിനെ എതിർക്കുന്നവരാണ്. അപ്പൊ ആലിമ് പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എതിർക്കുന്ന ആളല്ലല്ലോ, ഇവിടെ ഇപ്പൊ ഇത്രയും ആയിരക്കണക്കിന് ആളില്ല, നമ്മളെല്ലാവരും കൂടി ഒരു 10 സ്വലാത്തില്ല. ആൾക്കാരോടൊക്കെ നീച്ചാൻ പറഞ്ഞു 10 സ്വലാത്തില്ല. ഇയാളെ ചുണ്ടനങ്ങി ഞങ്ങൾ നോക്കി.
ഫോട്ടോഗ്രാഫർ ചുണ്ടൊക്കെ നോക്കി ശരിക്കും പകർത്താണ്. ആളെ 10 സ്വലാത്ത് ഒരൊറ്റ സ്വലാത്തുകൾ ചൊല്ലിയ. ഇപ്പൊ എന്തിനാ എതിർപ്പ്? ഇപ്പൊ ആരോടാ എതിർപ്പ്? വിദേഹത്തുകാരൊക്കെ മുസ്ലിങ്ങളല്ലേ, ഓലൊക്കെ അങ്ങനല്ലേ എങ്ങനല്ലേ, അത് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരില്ലേ? ആർക്കാണ് വിദേഹത്തുകാർക്ക് ഏറ്റവും വലിയ വെറുപ്പുള്ളത്? ആരോടാണ്? എന്നോടോ നിങ്ങളോടോ അല്ല, ഹബീബ് റസൂലുള്ളാഹി തങ്ങളോടാണ്. ഏത് വിദേഹത്തുകാരൻ അവിടെ നേർക്ക് നേരെ അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ നബിതങ്ങളൊന്ന് വിളിക്കാനോ ആരാ ധൈര്യപ്പെടുക? വിദേഹത്തിൽ മൂർച്ച കൂടിയ ആളാണ് കാണാതായി പോയ മൗലവി. അയാളെന്താ പറഞ്ഞിരുന്നത്? നിസ്കാരത്തിൽ പോലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നൊരു വിളി വിളിക്കാൻ പാടില്ല എന്നാണ് അയാൾ. അതുകൊണ്ടാണ് അയാൾ എത്തിപ്പെട്ട വിദേഹത്തുകാരോട് പറഞ്ഞത്, നിങ്ങളും ഇസ്ലാം എന്ന് പുറത്ത്, നിങ്ങളും നരകത്തിലാണ്. കാരണം നിങ്ങളും നിസ്കാരത്തിൽ എന്ത് വിളിക്കുന്നുണ്ട്? അസ്സലാമു അലൈക അയ്യുഹൻ നബി. അപ്പൊ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ വിളിക്കുന്നത്? അയാൾ പറഞ്ഞു, വിളിയാനില്ല, ഞാൻ സലാം ഞാൻ പറയണ്ട, അസ്സലാമു അലൻ നബി എന്ന് പറയലാണ്. നിങ്ങൾ നോക്കി, നബിതങ്ങൾ പഠിപ്പിച്ചത് എത്ര പച്ചല തിരിച്ചത്. അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് വിളിക്കാൻ ലോകത്തെ പഠിപ്പിക്കുന്നത് ആരാ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറഞ്ഞെങ്കിലേ നിസ്കാരം ശരിയാകുള്ളൂ, കിട്ടാൻ പറ്റൂ. അപ്പൊ എത്ര മൂർച്ചുണ്ട് നബിതങ്ങളോടുള്ള വിരോധത്തില്. ഏറ്റവും കടുത്ത വിരോധം അവർക്കാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വിദേശ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പണ്ഡിതന്മാരെ അധികവും കൊല്ലാകൊല നടത്തിയത്. നിങ്ങൾ വിചാരിക്കരുത് ആ പണ്ഡിതന്മാരെ കൊല്ലാകൊല നടത്തിയത് മുഴുവനും അവിടെയുള്ള യഹൂദികളാണ്, നസാറാക്കളാണെന്ന് ചിന്തിക്കരുത്. വിദേഹത്തുകാർക്ക് ഏറ്റവും നല്ലൊരു പങ്കതിലുണ്ട്. അവസാനത്തെ കണ്ണിയാണ് റമദാൻ ബൂത്തി. ആരാ ബൂത്തിയെ കൊന്നത്? വലിയ പണ്ഡിതനായ ബൂത്തിയെ കൊന്നത് ആരാ? ളുഹ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയ ബൂത്തിയുടെ ശരീരത്തിലേക്ക് നിറവൊഴിച്ചതാരാ? വിദേഹത്തുകാരനാണ്. ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടത്തുന്നവരാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല. സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ് അവര്. സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കാര്യം സാധിക്കുക എന്നുള്ള ആശയം ഇന്നല്ല, നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. മക്കയിലും മദീനയിലും ഏറ്റവും അധികം ആളുകളെ, പാവപ്പെട്ട മനുഷ്യന്മാരെ പിടിച്ച് കഴുത്തറുത്ത് കൊന്നതാരാണ്? നജിദിൽ നിന്ന് വന്ന വഹാബി സംഘമല്ലേ? അതൊരു വിപ്ലവമായിട്ടാണ് ഇന്നും അവർ രേഖപ്പെടുത്തിയത്. നിങ്ങൾക്ക് 2 രൂപക്ക് പഴയ പുസ്തകം എന്റെ കയ്യിലുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിലാവുമെന്നുള്ള, അന്ന് 2 രൂപയാണ്, മുപ്പത്രയെന്ന് അറിയില്ല. 2 രൂപ കിട്ടുന്ന ഒരു പുസ്തകം കോഴിക്കോട് 2-ൽ നിന്ന് പ്രസിദ്ധീകരിച്ചത്. ഏറെ കോളിനക്കങ്ങൾക്കും എതിർപ്പുകൾക്കും പ്രശ്നമെങ്കിലും മദീനയിലും മക്കയിലും നടത്തിയ ഏറ്റവും വലിയ നവോത്ഥാന വിപ്ലവമാണ്. എന്ത്? കുറെ മനുഷ്യന്മാരെ കൊന്നുള്ളത്, ഭണ്ഡാരം തകർത്തിട്ട് കീശയിലിട്ട് എന്നുള്ളത്. ഇതൊക്കെ ഒരു വിപ്ലവമായി കൂട്ടാൻ പറ്റും. മക്കത്തും മദീനത്തോട് നേർച്ചപ്പെട്ടി പൊളിച്ചിട്ടേ അവനാന്റെ പോക്കറ്റിലിട്ടു. ഇസ്ലാമിക രംഗത്തെ വലിയ പ്രവർത്തനാണ് അപ്പൊ ഇതിന് എഴുതുന്നത്. കളവ് നടത്തി ആരെങ്കിലും നല്ല പ്രവർത്തനമായിട്ട് ചെയ്തു. അല്ല, സാക്ഷാൽ ഇപ്പൊ റോട്ടിൽ കാണുന്ന ഏതൊരു പാവങ്ങളെ നേർച്ചപ്പെട്ടിക്കോട്ടെ, അത് വിളിച്ചാൻ പറ്റും. ഇത് മക്കത്തും മദീനത്തുമാണ് കളവെടുത്തത്, സ്റ്റേറ്റ് തലങ്ങളിൽ. ത്വായിഫിലുള്ള മക്ബറ അടിച്ചു പൊളിച്ചു നിർത്തി. ആ മക്ബർക്ക് ചുറ്റുമുള്ള സിയാറത്തിന് വന്നിരുന്ന ആൾക്കാരെ കൊന്നുകളഞ്ഞു. എത്ര സ്ഥലങ്ങളിൽ ജന്നത്തുൽ ബഖീൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബർ നിങ്ങൾ ആരോ പോയി കാണലുണ്ടോ? ആ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബർ നേർക്ക് നേരെ കാണാൻ പറ്റിയ അടയാളുണ്ടായിരുന്നു. ഇമാം മാലിക് തങ്ങളുടെ ഖബർ ജന്നത്തുൽ ബഖീല. ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട്, വഅലൈഹി ഖുബ്ബത്തുൻ, ആ ഖബറിന്റെ മേൽ ഒരു കുബ്ബ ഉണ്ടായിരുന്നു. യുസാറു വയതബറകു ബിഹാ. ആരാണ് ആ കുബ്ബ തകർത്തത്? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഖബറിനൊക്കെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഉമ്മയുടെ ഖബറിന് കാണിച്ചു തരാൻ പറ്റും ഇതാണെന്ന് പറഞ്ഞിട്ട്? ഏതെങ്കിലും ഒന്ന് ആയിഷ ബീവിന്റെ ഖബറിന് കാണിച്ചു തരും. പോയ ആൾക്കാർ കൂട്ടത്തിലില്ലേ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ കാണിച്ചു തരും. ഈ അടയാളങ്ങൾക്ക് ഒരു സലാം പോലും പറയരുത് എന്ന അർത്ഥത്തിൽ മാറ്റിയതാരാണ്? സാൻഡിസ്റ്റുകളല്ല, വിദേഹത്തുകാരാണ്. ആക്ഷേപം കിട്ടുന്നതിൽ രണ്ടാമത്തെ കക്ഷികൾ വിദേഹത്തുകാരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വിദേഹത്തിലേക്ക് പോകരുത്. ആക്ഷേപത്തിന് അർഹമാകുന്ന വിഷയമാണ്. ദുന്യാവിലും ശാപണ്ടാവും, ആഖിറത്തിലും. മൂന്നാമത്തെ കക്ഷി വൽ ഫിസ്ഖ്, ഫാസിഖാകാന്നുള്ളത്. ഈ 3 കാര്യങ്ങളാണ് ആക്ഷേപത്തെ തേടുന്നത്. എന്നിട്ട് അവിടെ കിതാബിൽ എണ്ണി. ഒരാൾക്ക് പറയാണെങ്കിൽ എങ്ങനെ പറയാം? ലാനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഔ അലൽ ഖദരിയ്യത്തി വൽ ഖവാരിജി വൽ റവാഫിളി വൽ വഹാബിയ്യത്തി വൽ മൗദൂദിയ്യത്തി ആണ് കൂട്ടി കൊടുത്താൽ മതി.
കാരണം ഖവാരിജും റവാഫിദും പഴയ കാലത്തുള്ള പേരാണ്, ഇതിന്റെ പുതിയ പേരാണ് വഹാബിയത്തും മൗദൂദിയത്തും. അവരുടെ ആശയങ്ങൾ തന്നെയാണ് ഇവരുടെ ആശയം, പേരിൽ മാറ്റേണ്ടതാണ്. എന്താണ് ഖവാരിജിന്റെ ആശയം? സഹീഹുൽ ബുഖാരിയിൽ കാണാം, പാവപ്പെട്ട മുസ്ലിങ്ങളെ മേലിൽ മുശ്രിക്കുകളിൽ ഇറങ്ങിയ ആയത്തുകൾ അവരോധിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലുക. അതേ സ്വഭാവം തന്നെയാണ് ഇവരും. ഇവരെന്താ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചാൽ, മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ വിളിച്ചാൽ, റിഫായി ശൈഖ് റളിയല്ലാഹുവിനെ വിളിച്ചാൽ ആ വിളിക്കലോട് കൂടെ ആളെന്തായി പോയി? കാഫിറായി പോയി. അപ്പൊ പിന്നെ അവനെ കൊല്ലൽ ഹലാലാണ്. കൊന്നോളി, പ്രശ്നമല്ല. ഇനി അങ്ങനെ പ്രശ്നമായിട്ട് ആരെങ്കിലും പറയുകയാണെങ്കിൽ ദുനിയാവിൽ ആഖിറത്തിലൊക്കെ നമ്മൾ ഏറ്റെടുത്തോളാം. അത്ര സുഖമുണ്ട്. അള്ളാന്റെ അത്ര അടുത്ത ആൾക്കാരല്ലേ. അപ്പൊ അള്ളാഹു തആല ജന്തേ കൊന്നത്, ഞാൻ മറ്റേ നേതാവ് ഉണ്ട് അവനോട് വിളിച്ച ജന്തേ ഓനോട് കൊല്ലാൻ പറഞ്ഞു. ആ ഞാൻ അങ്ങനെ പറഞ്ഞു. ജെ ഏറ്റെടുക്കുന്നു പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞു. എന്നാ അത് ഏറ്റെടുത്തു. എന്താ ഏറ്റെടുക്കാൻ കഴിയും? കുറ്റങ്ങൾ ഏറ്റെടുത്തോളാന്ന് ആരാ പറഞ്ഞത്? ലോകത്ത് ആദ്യമായിട്ട് നിങ്ങൾ കുറ്റം ചെയ്തോളൂ ഞങ്ങൾ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞത് സത്യനിഷേധികളാ. സത്യനിഷേധികൾ പറഞ്ഞു, ഇത്തബിഉ സബീലനാ, വിശ്വാസികളോട് നിങ്ങൾ നമ്മളെ വഴിക്ക് പോരി, വൽ നഹ്മിൽ ഖതായാകും, നിങ്ങളെ കുറ്റങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്തോളാം. അല്ലാഹു പറഞ്ഞു, വമാഹും ബിഹാമിലീന മിൻ ഖതായാഹും മിൻ ഷൈ, ഒരു കുറ്റം ഏറ്റെടുക്കാൻ ആ സത്യനിഷേധികൾക്ക് കഴിയൂല. ഇന്നഹും ലകാദിബൂൻ, അവർ കള്ളം പറയുകയാണ്. വിശ്വാസികളെ വിളിച്ചു സത്യനിഷേധികള്, നിങ്ങളെ നമ്മളെ വഴിക്ക് വരി, നിങ്ങളെ കുറ്റമൊക്കെ നമ്മളെ ഏറ്റെടുത്തോളാം. സത്യനിഷേധികൾ മുഅ്മിനീങ്ങളെ വിളിക്കാണ്, നിങ്ങളെ നമ്മളെ വഴിക്ക് വരി, നിങ്ങൾ എന്ത് കുറ്റം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുത്തോളാം. അല്ലാഹ് പറഞ്ഞു, ഓലെ ഏറ്റെടുക്കൂല. ഇന്നഹും ലകാദിബൂൻ, കള്ളം പറയാണ്. ഓലെങ്ങനെയാണ് അവരെ ഭാരത്തിന്റെ പുറമെ മറ്റുള്ളവരെ ഭാരം പേറുക? അത് കഴിയൂല. അവരീ പറഞ്ഞതിനെ പറ്റി ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടും. അതുകൊണ്ട് ആക്ഷേപത്തിന് അർഹമാകുന്ന വിഷയങ്ങൾ നമ്മിൽ നിന്നുണ്ടാകരുത്. ഇവിടെ പറഞ്ഞത് ഫിസ്ഖാണ്, ഫാസിഖായി പോകുന്ന വിഷയമാണ്. എന്ത്? ഖദ്ഫ് എന്ന് പറയുന്നത്. ഖദ്ഫിൽ പെടരുത്, അങ്ങനത്തെ വാക്ക് ഉച്ചരിക്കരുത്. അതും ഗൗരവമുള്ള ദിവസത്തിലാണ് അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നത്. സാക്ഷ്യപ്പെടുത്തുന്ന യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. അവയവങ്ങളൊക്കെ സംസാരിക്കുകയാണ്, അവയവങ്ങൾ സാക്ഷി നിൽക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് ചെറിയ സാക്ഷിയല്ല. അനുസരിച്ചവർക്ക് വേറൊരു സാക്ഷിയുണ്ട്. ആ സാക്ഷിത്വം അല്ലാഹു നമുക്ക് നൽകട്ടെ. നാവ് സാക്ഷി നിൽക്കും വിശ്വാസികൾക്ക്, ഇയാൾ ഷഹാദത്തിൽ ചൊല്ലിയ ആളാണ്. ഖൽബ് സാക്ഷ്യം വഹിക്കും, അത് അംഗീകരിച്ച ആളാണ്. ഖുർആൻ ഓതിയിട്ടുണ്ട്. കൈ സാക്ഷി നിൽക്കും, മുസാഫ് എടുത്തിട്ടുണ്ട്. കാല് സാക്ഷി നിൽക്കും, ജമാഅത്തിലേക്ക് നടന്നുപോയിട്ടുണ്ട്, ഖുർആൻ കേൾക്കുന്നതിലേക്ക് നടന്നുപോയിട്ടുണ്ട്, വഅദിന് നടന്നുപോയിട്ടുണ്ട്, ദിക്റിന് നടന്നുപോയിട്ടുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കാൻ നടന്നുപോയിട്ടുണ്ട്, കാരുണ്യ പ്രവർത്തനം നടത്താൻ നടന്നുപോയിട്ടുണ്ട്, ഒരുപാട് നന്മകളെ കൊണ്ട് സാക്ഷ്യം വഹിക്കും, രോഗികളെ കാണാൻ നടന്നുപോയിട്ടുണ്ട്. വൽ ഐനു തശ്ഹദു ബിൽ ബുകാ, കണ്ണ് സാക്ഷ്യപ്പെടുത്തും കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ ആരെയും വീക്ഷിച്ചോ ആരെയും ഉദ്ദേശിച്ചോ അല്ല, നിന്നെ പേടിച്ച് കരഞ്ഞിട്ടുണ്ട്. വൽ ഉദുനു തശ്ഹദു ബിസ്തിമാഇ കലാമില്ലാ, കാത് സാക്ഷ്യപ്പെടുത്തും അല്ലാഹുവിന്റെ കലാം കേട്ടിട്ടുണ്ട്. ഒരുപാട് ഖുർആൻ കേട്ടിട്ടുണ്ട്, ഖുർആന്റെ ക്ലാസ് കേട്ടിട്ടുണ്ട്, ഖുർആൻ കേട്ടിട്ടുണ്ട്. ഇത് വല്ലാത്തൊരു ഷഹാദത്താണ്. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ചില മഹാന്മാരൊക്കെ ആ ഷഹാദത്ത് കൊണ്ട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചവരുണ്ട്. വെള്ളിയാഴ്ച ദിവസം വ്യാഴാഴ്ചയൊക്കെ നഖം വെട്ടിയിട്ട് നമ്മൾ കുഴിച്ചിടുന്നത്, ആ കുഴിച്ചിടുന്ന നഖം ആഖിറത്തിൽ സാക്ഷിയാകാനാണ്. നഖങ്ങളൊക്കെ വെട്ടിയിട്ട് നഖം വലിച്ചെറിയരുത്, അതൊരു കുഴി കുഴിച്ചതിൽ കുഴിച്ചിടണം, അത് സുന്നത്താണ്. പുരുഷന്മാരുടേത് സ്ത്രീകളുടേതാണെങ്കിൽ അത് ഉജൂബുമാണ്. നഖവും മുടിയും സ്ത്രീകളുടേത് കുഴിച്ചിടൽ ഉജൂബാണ്, നിർബന്ധമാണ്. പുരുഷന്മാരുടെ നഖവും മുടിയും അത് കുഴിച്ചിടൽ സുന്നത്താണ്. എന്തിനാ കുഴിച്ചിടുന്നത്? ഈ സുന്നത്ത് ചെയ്തതിന് ആ സ്ഥലം ആഖിറത്തിൽ സാക്ഷിയാകും. ഓരോ 10 ദിവസം കൂടുമ്പോഴും നഖം മുറിക്കൽ സുന്നത്താണ്. നഖം മുറിച്ചിട്ട് അതങ്ങനെ കുഴിച്ചു മൂടുമ്പോ ആ സ്ഥലങ്ങളൊക്കെ ആഖിറത്തിൽ സാക്ഷിയാകാണ്. ഈ സുന്നത്ത് ഇയാൾ ചെയ്തിട്ടുണ്ട്, ഈ ദിവസത്തിൽ ചെയ്തിട്ടുണ്ട്, വെള്ളിയാഴ്ച തന്നെ ചെയ്തിട്ടുണ്ട്, വ്യാഴാഴ്ച ചെയ്തിട്ടുണ്ട്, തിങ്കളാഴ്ച ചെയ്തിട്ടുണ്ട്. സുന്നത്താക്കപ്പെട്ട ദിവസങ്ങളിൽ ആ അമല് ചെയ്യുന്നത് ആഖിറത്തിൽ അല്ലാഹു നമുക്ക് സാക്ഷിയാക്കി തരട്ടെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപവാദങ്ങളിലൊന്നും കുടുങ്ങരുത്.